ആണ് നമ്മുടെ ഇന്റഗ്രേഷന്റെ മറ്റൊരു ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് 3 ചോദ്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസുകളാണ്. ഈ 2 ക്വസ്റ്റ്യൻസുകളും ഏകദേശം സിമിലർ ക്വസ്റ്റ്യൻസുകളാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ 2 ക്വസ്റ്റ്യൻസ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ക്വസ്റ്റ്യൻ ഒക്കെ വായിക്കുമ്പോൾ ചിലർക്ക് ഇത് എളുപ്പം കത്തുമായിരിക്കും, ഇല്ലയോ? ഇന്റഗ്രൽ cos x by 1 plus sin square x, ഇന്റഗ്രൽ sec square x divided by root of tan square x plus 25. അടുത്തത് ഇന്റഗ്രൽ 0 to pi x sin x by 1 plus cos square x. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്റഗ്രൽ cos x by 1 plus sin square x. ഇപ്പൊ ഇവിടെ നമുക്കൊരു പ്രത്യേകത ഉണ്ടോ? മണ്ടയ്ക്ക് ഉണ്ട് cos x, അത് sin x ന്റെ ഡെറിവേറ്റീവ് ആണ്. sin x ന്റെ ഡെറിവേറ്റീവ് ആണ് cos x. ഇവിടെ sin സ്ക്വയർ ഉണ്ട്. നമ്മൾ ഒരു sin x നെ sin സ്ക്വയറിന്റെ sin x ന് മാത്രം u എന്ന് കൊടുത്താൽ അതിന്റെ ഡെറിവേറ്റീവ് മണ്ടയ്ക്ക് ഇങ്ങനെ cos x ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്, അല്ലേ? അപ്പൊ നമ്മൾ സൈഡിലോട്ട് u ഈസ് ഈക്വൽ ടു cos x, sin x. അപ്പൊ നമ്മൾ ഈ സ്കൂളിലൊക്കെ ചിലപ്പോൾ ഇത് ടി എന്നായിരിക്കും, ചിലപ്പോൾ യു എന്നായിരിക്കും, ടി എന്നായിരിക്കും. അത് ഞാൻ യു എന്ന് എഴുതുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ du എന്ന് പറയുമ്പോൾ sin x ന്റെ ഡെറിവേറ്റീവ് എത്രയാണ്? cos x ഉം dx. ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരിക. ഈ cos x dx ന് പകരം നമ്മൾ ആരെ കൊടുക്കുക? du. ഇപ്പൊ ന്യൂമറേറ്റർ ഫുള്ള് du ആയി, ബാക്കി ആരും ഇല്ലാത്തതുകൊണ്ട് 1/1 പ്ലസ് sin x u ആകുമ്പോൾ sin സ്ക്വയർ ആരാവും? u സ്ക്വയർ. അപ്പൊ 1/1 പ്ലസ് u സ്ക്വയർ. ഈ 1/1 പ്ലസ് u സ്ക്വയർ നിങ്ങൾ ഓർക്കാൻ വേണ്ടി, റിസൾട്ട് ആണ് ഓർക്കാൻ വേണ്ടി യുവിന് വരെ എക്സ് ആക്കി വായിച്ചാൽ ചിലപ്പോൾ ഓർക്ക് വരും 1/1 പ്ലസ് എക്സ് സ്ക്വയർ. 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആയ tan ഇൻവേഴ്സ് എക്സ്. അപ്പൊ 1/1 പ്ലസ് u സ്ക്വയർ tan ഇൻവേഴ്സ് u. അപ്പൊ തീർന്നു. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ tan ഇൻവേഴ്സ് u കിട്ടി. യുവിന് വരും നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയ sin x നെ കൊടുത്ത് നിർത്തുക, പ്ലസ്. ഓക്കെ, തീർന്നു. അപ്പൊ tan ഇൻവേഴ്സ് u, tan ഇൻവേഴ്സ് sin x. നെക്സ്റ്റ് ഇവനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ sec സ്ക്വയർ x by root of tan സ്ക്വയർ x plus 25. ഇവിടെ നോക്കിക്കേ, ന്യൂമറേറ്റർ കിടക്കുന്ന sec സ്ക്വയർ x, അത് വെറും tan x ന്റെ ഡെറിവേറ്റീവ്, tan സ്ക്വയറിന്റെ അല്ല, tan x ന്റെ മാത്രം ഡെറിവേറ്റീവ് ആണ്. അപ്പൊ നമ്മൾ u ഈസ് ഈക്വൽ ടു tan x എന്നാണ് കൊടുക്കേണ്ടത്. അപ്പൊ du ഈസ് ഈക്വൽ ടു sec സ്ക്വയർ x dx. അപ്പൊ ക്വസ്റ്റ്യനോട് തിരിച്ചു വന്നു. ഈ sec സ്ക്വയർ x dx ആരായിട്ട് മാറി? dy ആയിട്ട് മാറി. ഇതിനിടയ്ക്ക് നമ്മുടെ ക്ലാസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട റിവിഷൻ ക്ലാസ്സസ് ആയിട്ട് തരും. നമുക്ക് ഓർഡർ ആക്കി ഈ എക്സാമിന് ഏറ്റവും കൂടുതൽ എളുപ്പം മാർക്ക് കിട്ടേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളുടെ ക്ലാസ്സുകളാണ് തരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ പാക്കേജ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ട് ക്വസ്റ്റ്യൻ കണ്ടെത്തേണ്ട, നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ തരും എക്സാമിന് വരുന്നത്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ആകെ ഇത്ര മാത്രം, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ അത് ജോയിൻ ചെയ്യാൻ നമ്മൾ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ നമ്മുടെ u ഈക്വൽ tan x, du ഈക്വൽ sec സ്ക്വയർ x dx. അപ്പൊ ക്വസ്റ്റ്യനോട് വരുമ്പോൾ sec സ്ക്വയർ x dx ആരായിട്ട് മാറി? dy. ഇനി ന്യൂമറൽ ആരും ഇല്ലെങ്കിൽ 1/root of tan സ്ക്വയർ x u സ്ക്വയർ 25 നിങ്ങൾ ആരെന്നാക്കണം? 5 സ്ക്വയർ. ഇപ്പൊ ഇത് ഏത് റിസൾട്ട് ആണെന്ന് വെച്ചാൽ 1/x സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുണ്ട് റൂട്ടിനുള്ളിൽ. 1/root of x സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതിന്റെ ആൻസർ ലോഗ് x പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നാണ്. അപ്പൊ ഈ റിസൾട്ട് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ 1/root of x സ്ക്വയർ എന്നുള്ളത് ഇവിടെ u സ്ക്വയർ ആണ്, എ സ്ക്വയർ എന്നുള്ളത് 5 സ്ക്വയർ. അപ്പൊ ഈ റിസൾട്ട് അങ്ങോട്ട് നോക്കി എഴുതുമ്പോൾ ലോഗ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എന്ന് പറയുമ്പോൾ ഇവിടെ u പ്ലസ്, പിന്നെ ക്വസ്റ്റ്യൻ നോക്കി എഴുതുക, മീൻസ് u സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. ദാറ്റ് ഈസ് ലോഗ് ഓഫ് u ന്റെ പ്ലേസിൽ നമുക്ക് ആരെ കൊടുക്കണം? tan x. ഓക്കെ, അപ്പം tan x പ്ലസ് റൂട്ട് ഓഫ് tan സ്ക്വയർ x പ്ലസ് 5 സ്ക്വയർ പ്ലസ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അത്ര ഈസി ആയിരുന്നു, ഞാൻ ക്വസ്റ്റ്യൻ കാണിക്കുകയായിരുന്നു. ഇത് നമ്മുടെ ഐ ഓൾസോ ഐ ആഡിങ് എന്നുള്ള ഒരു റിസൾട്ട് ഉണ്ട്, മീൻസ് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഇതിനെ നമ്മൾ ആദ്യം ഐ എന്ന് പേര് കൊടുക്കും, ക്വസ്റ്റ്യൻ നമ്പർ 1 കേട്ടോ. എന്നിട്ട് ഓൾസോ ഐ എന്ന് എഴുതിക്കൊണ്ട് ഈ എക്സ് കാണുന്ന ഈ 3 പ്ലേസിൽ നമ്മൾ പൈ മൈനസ് എക്സ് എന്ന് കൊടുത്ത് കിട്ടുന്നതിന് ഇക്വേഷൻ നമ്പർ 2 എന്നിട്ട് ആഡ് ചെയ്യുമ്പോൾ 2i, അങ്ങനെ കുറെ ചെയ്യുമ്പോൾ ഇവനെ കിട്ടും. വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രോപ്പർട്ടീസ്. ഇനി ബാക്കി ക്ലാസ്സുകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും. അപ്പൊ എല്ലാവരും നമ്മുടെ മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.